ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ നെയ്യാണ്. യാതൊരുവിധ കലർപ്പും പ്രിസർവേറ്റീവ്സും ഒന്നും ചേരാത്ത പരിശുദ്ധമായിട്ടുള്ള നെയ്യ്. ഈ നെയ്യ് കേശ സംരക്ഷണത്തിനും മുഖസംരക്ഷണത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡോണ്ട് മിസ് ഇറ്റ്. മുഖസംരക്ഷണത്തിന് വേണ്ടി എങ്ങനെയാണ് നെയ്യ് ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാമേ. കുട്ടികൾക്ക് വെറും വയറ്റിൽ ബട്ടർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ വിശപ്പില്ലായ്മ മാറുന്നതിനും ബുദ്ധിക്കും ഓർമ്മയ്ക്കും അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, കെ, ഡി, ഇ എന്നീ 4 വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്കിൻ ഹെൽത്തി ആകാനായിട്ട്, ചുളിവ്, കറുത്ത പാട് മാറാൻ, അതുപോലെ തന്നെ ഗ്ലോ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചുണ്ടുകളുടെ വരൾച്ചയ്ക്ക് ഒക്കെ ഉപയോഗിക്കാം. 1 ലിറ്റർ പാല് തിളപ്പിക്കുക. അത് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു ഓവർനൈറ്റിന് ശേഷം എടുക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ക്രീം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കുക. അതൊരു 30 ദിവസം തുടരുക. അതിനുശേഷം 30-ാം ദിവസം നമ്മൾ ഈ ക്രീം വെളിയിൽ വയ്ക്കുക. ഈ ക്രീം മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അത് വീണ്ടും അനക്കാതെ വയ്ക്കുക. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല, വെളിയിൽ വെച്ചാൽ മതിയാവും. ഒരു ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വയ്ക്കുക. ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. 2 തവിയോളം ഈ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്കും അതിനകത്ത് ഇങ്ങനെ ബട്ടർ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കത് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് കോരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അന്തരീക്ഷം ചൂട് പിടിച്ച് കഴിഞ്ഞാൽ നെയ്യ് മെൽറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ മോർണിംഗിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഓരോ തവണയും 2 തവി വെച്ച് ഒഴിക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം, അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തേക്കുന്ന വെള്ളം നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ തവണയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് വെണ്ണ വേർതിരിച്ചെടുക്കാം. ഞാനും ഒരല്പം വെണ്ണ കഴിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും തിളക്കത്തിനും മുടിവേരുകൾക്ക് ആന്തരിക പോഷണം നൽകുന്നതിനുമൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നെയ്യ് പൂർണ്ണമായിട്ടും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി മോര് നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിരുന്നല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബട്ടറിനകത്തെ പുളിമയം മുഴുവനും അല്ലെങ്കിൽ ആ മോരിൻ്റെ അംശം മുഴുവൻ നമുക്ക് നീക്കം ചെയ്യണം. അതിന് 2-3 തവണ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് അതിനകത്തെ ഈ പുളിപ്പെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. 2-3 തവണയോളം കഴുകിയെടുക്കണം. വെള്ളം ക്ലീനായിട്ട് വരുമ്പോഴേക്കും നമുക്കത് നന്നായിട്ട് ഉരുട്ടി എടുക്കാം. ഇങ്ങനെ ക്ലീനായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഉരുട്ടിയെടുത്ത നെയ്യാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ബട്ടർ ഉപയോഗിക്കുന്നതിന് വേണ്ടി അത് കേടാകാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ പറയാം. നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് വയ്ക്കുക. അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ വെള്ളത്തിനകത്ത് ഇട്ടേക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വെള്ളം മാറി കൊടുക്കുകയാണെങ്കിൽ 1 വീക്ക് വരെ കേടുകൂടാതെ ഇരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സ്ലോ പ്രോസസ്സായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് വലിയ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് അടി കരിഞ്ഞു പോവും. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. ആ പത വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. ഇപ്പോൾ കണ്ടോ, നെയ്യ് തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വീണ്ടും പതിയെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടോ, യെല്ലോ കളർ ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറി വന്നിരിക്കുന്നത് കാണാം. ഇനിയൊരു ഉണങ്ങിയ അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. അത് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ഈ നെയ്യ് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റാം. ബോട്ടിലിലേക്ക് മാറ്റി കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഒരു 1/2-3/4 മണിക്കൂർ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ തയ്യാറാക്കിയ ഈ നെയ്യ് ഗ്ലാസ് ബോട്ടിലിനകത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക.
ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി നെയ്യ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പരിശുദ്ധമായിട്ടുള്ള മഞ്ഞൾ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്ത ആ പൊടിയിലേക്ക്, ആ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തിടുക. ഏതാണ്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഒരല്പം നേരിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ ലഭിക്കുന്നതായിട്ട് കാണാം. നമ്മൾ നെയ്യ് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ, ഒരു 10-15 ദിവസം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചർമ്മത്തിൻ്റെ ഒരു ഗ്ലോ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സ് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നിസ്സാര കാര്യമേ ഉള്ളൂ ഇത്. ആയുർവേദ സൗന്ദര്യ ലേപനങ്ങളിലെല്ലാം തന്നെ നെയ്യ് ചേർക്കാറുള്ളതായിട്ട് പറയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്ഥിരമായിട്ട് നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉയരില്ലേ എന്ന്. അതിനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് പ്രോട്ടീനും കാർബോയും വളരെ കുറവാണ്. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ആൻഡ് സോല്യുബിൾ ഫാറ്റാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു പ്രധാന ടിപ്പ്, നമ്മൾ പാലിനകത്തുനിന്ന് ക്രീം എടുക്കുമ്പോൾ അത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.